വൈദ്യുതിയും വെള്ളവും എത്തി. മുണ്ടക്കൈ ഗൃഹപ്രവേശനത്തിന് ഒരുങ്ങി. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായ ടൗൺഷിപ്പിൽ നിർമ്മാണം പൂർത്തിയായ 178 വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിൽ. ഗൃഹപ്രവേശനത്തിന് മുന്നോടിയായി അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും കർശനമായ ഗുണമേന്മ പരിശോധനകൾ നടത്തുകയും ചെയ്തു. KECB കണക്ഷന് പുറമെ എല്ലാ വീടുകളിലും 2 കിലോവാട്ട് ശേഷിയുള്ള സോളാർ പാനലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ശുദ്ധജല ലഭ്യതയും ഉറപ്പാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മെയ് 4 രാവിലെ 8 മണി മുതൽ 140 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാനത്തുടനീളം 47 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ വഴിമുട്ടിയതോടെ രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നു. തിങ്കളാഴ്ച വ്യാപാരത്തിന്റെ തുടക്കത്തിൽ ബ്രന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് 2.5% ഉയർന്ന് ബാരലിന് $107.49 ഏപ്രിൽ 7 ശേഷം ഏറ്റവും ഉയർന്ന നിരക്കാണിത്. US വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് 1.88% വർദ്ധിച്ച് ബാരലിന് $96.17 എത്തി. ജനങ്ങൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തരാണെന്നും കേരളത്തിൽ തുടർഭരണം ഉറപ്പാണെന്നും സ്പീക്കർ AN ഷംസീർ. കേരളത്തിൽ വീണ്ടും LDF അധികാരത്തിൽ വരും. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഇതിന് കരുത്തേകുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ സഭ നിലവിൽ വരുന്നതിന് മുന്നോടിയായി നിയമസഭാ സെക്രട്ടേറിയറ്റ് വിപുലമായ ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ടെന്ന് സ്പീക്കർ വ്യക്തമാക്കി. അഞ്ചരക്കണ്ടി സ്വകാര്യ ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഓറൽ പാത്തോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ KT സംഗീത നമ്പ്യാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായ സംഗീതയുടെ മൊഴിയെടുത്ത ശേഷം ജാമ്യത്തിൽ വിടുകയായിരുന്നു. മുൻകൂർ ജാമ്യം ലഭിച്ചതോടെയാണ് ഒളിവിലിരുന്ന സംഗീത ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായത്. തൊണ്ടിമുതൽ കേസിൽ ശിക്ഷാവിധിക്കെതിരെ ആന്റണി രാജു സമർപ്പിച്ച അപ്പീൽ സുപ്രീം കോടതി തള്ളി. ജസ്റ്റിസ് ദീപാങ്കർ അധ്യക്ഷനായ ബെഞ്ചാണ് അപ്പീൽ തള്ളിയത്. ഹൈക്കോടതി പരാമർശങ്ങൾ നീക്കണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം ബെഞ്ച് അംഗീകരിച്ചില്ല. ഹൈക്കോടതി പരാമർശങ്ങൾ തന്റെ അപ്പീലിനെ ബാധിക്കുമെന്നും നിഷ്പക്ഷമായ വിചാരണ നിഷേധിക്കപ്പെടും എന്നുമായിരുന്നു ആന്റണി രാജുവിന്റെ വാദം. എന്നാൽ പരാമർശങ്ങൾ അപ്പീൽ മെന്ററിൽ പരിഗണിക്കുമ്പോൾ ബാധകമല്ലെന്ന് കോടതി വ്യക്തമാക്കി. ശക്തന്റെ തട്ടകത്തിൽ ആവേശം വിതറിയ 230ാമത് തൃശൂർ പൂരത്തിന് ആചാരപ്പെരുമയോടെ പരിസമാപ്തി. പകൽപൂരത്തിന്റെ മേളക്കൊഴുപ്പിന് ശേഷം തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ പടിഞ്ഞാറേ നടയിൽ മുഖാമുഖം നിന്ന് ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. 2027 ഏപ്രിൽ 17 അടുത്ത തൃശൂർ പൂരം നടക്കുക. ബിഗ് ബോസ് താരവും നടനുമായ ഷിയാസ് കരീമിനെതിരെ സാമ്പത്തിക ലൈംഗിക ആരോപണങ്ങളുമായി യുവതി. ലൈംഗികമായി ചൂഷണം ചെയ്തെന്നും വിവിധ ഘട്ടങ്ങളിലായി 49 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നും ആരോപിച്ച് കൊച്ചി സ്വദേശിയായ യുവതി പാലാരിവട്ടം പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നേരത്തെയും സമാനമായ രീതിയിൽ ലൈംഗിക അതിക്രമ പരാതി ഷിയാസിനെതിരെ ഉയർന്നിരുന്നു. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് നാളെ സംസ്ഥാന വ്യാപക ഹർത്താൽ. നിതിൻ രാജിന്റെ മരണത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നും യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടാണ് വിവിധ സംഘടനകൾ സമരരംഗത്തിറങ്ങുന്നത്. 52 ദളിത് ആദിവാസി പൗര സംഘടനകളുടെ കൂട്ടായ്മയായ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് പഴയ നിലയിലേക്ക് തിരിച്ചു പോകില്ലെന്ന ഇറാൻ. തന്ത്രപ്രധാനമായ കടലിടുക്കാണ് ഹോർമൂസ്. ഇറാൻ പാർലമെന്റിന്റെ 2ാം ഡെപ്യൂട്ടി സ്പീക്കറായ അലി നിഗ്സാദ് സെമി ഒഫീഷ്യൽ വാർത്താ ഏജൻസിയായ മെഹർ ന്യൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ചും അതിന്റെ ഭാവിയെക്കുറിച്ചും സംസാരിച്ചത്. മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് ഇറാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന പുറത്തുവരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ജനയുഗം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.